നമസ്തേ, ഞാൻ രോഷ്നി ജയപ്രകാശ്. ഞാനിപ്പോഴുള്ളത് ആലത്തിയൂർ ഹനുമാൻകാവിലാണ്. ഇത് ഹനുമാൻകാവ് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ യഥാർത്ഥ പ്രതിഷ്ഠ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെതാണ്. ശ്രീരാമക്ഷേത്രമാണ്. ശ്രീരാമൻ്റെ ആവശ്യാർത്ഥം സീത അന്വേഷണത്തിന് പോകുന്ന ഹനുമാനോട് അടയാളവാക്യം പറയുന്ന ആഞ്ജനേയസ്വാമി അത് കേൾക്കാനായി കാതു കൂർപ്പിച്ചിരിക്കുന്ന ഭക്തനായ ഹനുമാൻ സ്വാമിയാണ് ഇവിടെയുള്ള ഒരു പ്രതിഷ്ഠ. ഇതിനോട് ഉപലംബമായി തന്നെ അയ്യപ്പൻ്റെയും ഗണപതിയുടെയും ദേവിയുടെയും ശ്രീകോവിലുകളും കൂടി ഉള്ളിലുണ്ട്. ഇവിടെ കാണുന്നത് മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണ്. തൊട്ടടുത്തായി ലക്ഷ്മണസ്വാമിയുടെ അമ്പലം കൂടെ ഉണ്ട്. ഇത് ആഞ്ജനേയ സ്വാമി സമുദ്രലംഘനം ചെയ്തതിൻ്റെ സങ്കല്പമാണ്. കരിങ്കൽ സമുദ്രമായി സങ്കല്പിക്കുന്നു. കരിങ്കൽ ചവിട്ടാതെ ചാടുക എന്നതാണ് ഇവിടുത്തെ വഴിപാട്. നമ്മൾക്ക് മനോബലവും കാര്യസാധ്യവും നടക്കുന്നതിനുള്ള ഒരു വഴിപാടായിട്ടാണ് ഭക്തജനങ്ങൾ ഇത് ചെയ്യുന്നത്. സാധാരണയായി സ്ത്രീകൾ ഇത് ചെയ്യാറില്ല എന്നാണ് പറയപ്പെടുന്നത്. ശ്രീരാമസ്വാമി പറയുന്ന അടയാളവാക്യം കേൾക്കാതിരിക്കാനായിട്ട് ലക്ഷ്മണസ്വാമി കുറച്ച് വിട്ടുമാറിയാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് അവിൽ നിവേദ്യമാണ്. കാര്യസാധ്യത്തിനായിട്ടാണ് ഈ വഴിപാട് ചെയ്യുന്നത്. ഗതസമർപ്പണം, അമ്പും വില്ലും വെക്കലും ഒക്കെ ഈ ക്ഷേത്രത്തിൻ്റെ നിറമാല എല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്നെ അമ്മമ്മ വളർത്തിയ കുട്ടിയാണെന്നാണ് ഞാൻ പറയാറ്. എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതലേ ഇന്ന് വരെ ഞാൻ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് പേടി സ്വപ്നം കാണരുത്, പേടി സ്വപ്നം കാണുമ്പോൾ ആലത്തൂർ കുട്ടി ഹനുമാന്റെ വാല് കൊണ്ടൊന്ന് തട്ടി ഉണർത്തണമേ എന്ന നാമം ജപിച്ചിട്ടാണ് കിടക്കൽ. അത് പണ്ടുള്ള ഗൃഹങ്ങളിലെല്ലാം കുട്ടികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നിങ്ങൾ ഓരോരുത്തർക്കും ആഞ്ജനേയ സ്വാമിയുടെയും ശ്രീരാമസ്വാമിയുടെയും ലക്ഷ്മണസ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പുതിയ പാട്ടുമായി ഞാൻ അടുത്ത് തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട്. നന്ദി.